മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ഷട്ടറുകൾ തുറന്നു. കമ്പം താഴ്വരയിലെ 14,707 ഏക്കറോളം വരുന്ന നെൽകൃഷിക്കായാണ് തമിഴ്നാട് വെള്ളം കൊണ്ടുപോകുന്നത്. കേരളത്തിനാവശ്യമായ അരിയും പച്ചക്കറിയും നൽകാനാണ് മുല്ലപ്പെരിയാർ ജലനിരപ്പ് ഉയർത്താൻ തമിഴ്നാട് ആവശ്യപ്പെടുന്നതെന്ന് കമ്പം MLA ജഗന്നാഥ മിശ്ര പറഞ്ഞു. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ നിന്നുള്ള ജലം കൃഷിയിടങ്ങളിലേക്ക് ഒഴുകിയെത്തുന്നതോടെ മാസങ്ങളായി കടുത്ത പ്രതിസന്ധിയിലായിരുന്ന തമിഴ്നാട്ടിലെ കർഷകർക്കിത് വലിയ ആശ്വാസമാകും. തേനി MP തങ്കതമിഴ് സെൽവത്തിന്റെയും കമ്പം MLA ജഗന്നാഥ മിശ്രയുടെയും സാന്നിധ്യത്തിലാണ് ഷട്ടറുകൾ തുറന്നത്. ഇതിനു മുന്നോടിയായി തമിഴ് കർഷക സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രത്യേക പൂജകൾ നടത്തി. മുല്ലപ്പെരിയാർ ജലനിരപ്പ് ഉയർത്തണമെന്ന ആവശ്യം കമ്പം MLA ജഗന്നാഥ മിശ്ര ആവർത്തിച്ചു. முல்லைப்பெரியார் அணையிலிருந்து 350 கனஅடி நீரானது தமிழக விவசாயத்திற்கும் குடிநீருக்காக இன்று திறக்கப்பட்டு இருக்கிறது. இது கிட்டத்தட்ட 55 நாட்களுக்கு முன்னதாக திறக்கப்பட்டு இருக்க வேண்டும். போதிய மழை இல்லாத காரணத்தினால் பாசனத்துக்காக நம்ம 55 நாள் கழித்து திறந்திருக்கின்றோம். ஆமாம், இந்த மழையினால விவசாயத்துக்கு ரொம்ப பாதிப்பு, வெஜிடபிளுக்கு காய்கறிக்கெல்லாம் ரொம்ப பாதிப்பு. முல்லை பெரியார் அணையிலேருந்து வரக்கூடிய தண்ணீரில் நாங்கள் விவசாயம் செஞ்சு கேரளாவுக்கு அது வெஜிடபிளாகவும் அரியாகவும் மில்காகவும் இறைச்சியாகவும் புருஷாகவும் நாங்கள் கொடுத்துட்டு இருக்கோம். தமிழ்நாடு கேரளா நீரை பெற்று മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പും നീരൊഴുക്കും കൃത്യമായി വിലയിരുത്തിയ ശേഷമാണ് വെള്ളം തുറന്നുവിടാനുള്ള അന്തിമ തീരുമാനം തമിഴ്നാട് അധികൃതർ കൈക്കൊണ്ടത്. കമ്പം താഴ്വരയിലെ കർഷക സംഘടനകൾ ദീർഘനാളായി ഉന്നയിച്ചിരുന്ന ആവശ്യത്തിനാണ് ഇതോടെ പരിഹാരമാകുന്നത്. സിറ്റി വിഷൻ, കുമളി.